ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗ്രീൻ ടീ ഓംപ്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ബ്രെഡ് വെച്ചിട്ടുള്ള ഓംപ്ലേറ്റ്, ഗ്രീൻ ടീ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. എന്നാലും ഒരു സിമ്പിളായിട്ടൊരു കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയതോ അല്ലെങ്കിൽ രാത്രി കഴിക്കാൻ പറ്റിയതോ ഒക്കെ ആയിട്ടുള്ള ഒരു സിമ്പിൾ പരിപാടി. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഈ പാൻ വെച്ച് കൊടുക്കാം. ചൂടാവട്ടെ. നമുക്ക് 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ രാത്രി ഇത് കഴിക്കാം, അല്ലെങ്കിൽ കാലത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കാം. രാത്രി ചിലപ്പോൾ ചില ആൾക്കാർ, കുട്ടികളും വലിയവരൊക്കെ ചിലപ്പോൾ ചോറ് കഴിക്കണില്ലേ, അപ്പോൾ അതിന് പകരമൊക്കെ കഴിക്കാം. നമുക്ക് ഒരു ഉപ്പുവെള്ളമാണ് കേട്ടോ, അത് ലേശം ഉപ്പുവെള്ളം തളിക്കും. അത് നന്നായിട്ട് ഇളക്കി കഴിക്കുക. അപ്പോൾ നമുക്ക് ഈ സ്റ്റൗ കത്തിച്ചിട്ട് ഗ്രീൻ ടീക്കുള്ള വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത് നെയ്യാണ് കേട്ടോ, നെയ്യ് ഉരുക്കിയെടുത്തതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയായിരുന്നു, അപ്പോൾ ഉരുക്കി എടുത്തതാണ്. ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ അടിച്ചെടുത്ത മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് അപ്പം നമുക്ക് 2 ബ്രെഡ് ഇതിൽ വെച്ച് കൊടുക്കുക. ഒരു നുള്ള് കാശ്മീരി മുളക് പൊടി കേട്ടോ, ഇവരൊക്കെ കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. കുരുമുളക് പൊടി ഒരു നുള്ള് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. നമുക്കിതൊന്ന് മറിച്ചിടാം. സിമ്പിളാണ്. ലേശം നെയ്യ് ഇങ്ങനെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്ത് നമുക്കിത് ഒന്നും കൂടി ഇങ്ങനെ മടക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് രാത്രി കഴിക്കാനോ കാലത്ത് കഴിക്കാനോ ഒക്കെ നല്ല സിമ്പിളായിട്ട് കഴിക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കാം. ഇതാണ് ഗ്രീൻ ടീ, നമ്മുടെ നാരങ്ങയുടെ ഫ്ലേവർ ഉള്ളതാണ്. ഒരു പെട്ടിയിൽ ഇത്രയുണ്ട് കേട്ടോ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്കിത് പൊളിച്ചെടുക്കാം. ഉള്ളിൽ
ഒരു ബാഗാണ്. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അത് വെള്ളം തിളച്ചതാണ് കേട്ടോ. നമുക്ക് ഗ്രീൻ ടീയുടെ പാക്കറ്റിലിട്ട് കൊടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ കളർ മാറി വരും. ഇതാണ് നമ്മുടെ ഗ്രീൻ ടീ ബ്രെഡ് ഓംലെറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക. രാത്രി ഇത് മാത്രം കഴിച്ചാൽ മതി, ചോറ് കഴിക്കണം എന്നില്ല. ചോറ് കഴിക്കാത്തവരൊക്കെ ഉണ്ടാവില്ല, അവർക്ക് ഇത് മാത്രം രാത്രി കഴിച്ചാൽ മതി. അല്ലെങ്കിൽ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. നമ്മുടെ ഗ്രീൻ ടീ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. കഴിച്ചു നോക്കാം. അടിപൊളിയാണ് കേട്ടോ.